ആർക്കും സ്നേഹിക്കാനും സ്നേഹത്തോടെ ജീവിക്കാനും അവസരമില്ലാത്ത കാലത്ത്, സ്നേഹം പങ്കുവെക്കാൻ അവസരമില്ലാത്ത കാലത്ത്, സ്നേഹം കൊടുക്കാൻ അവസരമില്ലാത്ത കാലത്ത്, സ്നേഹത്തിന് പകരം സ്നേഹം കൈമാറാൻ അതാ അവസരമില്ലാത്ത കാലത്ത്, നിങ്ങൾ മനസ്സിലാക്കണം, ന്യൂ ജനറേഷന്റെ കാലത്ത് ഓരോ ബന്ധങ്ങളും റബ്ബിന്റെ തീരുമാനപ്രകാരമാണ്. സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ല, സ്നേഹം കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല. ആ സ്നേഹത്തിന്റെ കുറവ് കൊണ്ട് ഈ ന്യൂ ജനറേഷന്റെ കാലത്ത്, ആധുനിക ഭൗതിക യാന്ത്രിക ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഒരുപാട് സുഖ സൗകര്യങ്ങളും ഒരുപാട് സന്തോഷങ്ങളുമുള്ള കാലത്ത്, പക്ഷേ അതൊക്കെയും അവന്റെ കുടുംബത്തിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. കുടുംബത്തിൽ സന്തോഷം തകർന്നുപോയി, കുടുംബത്തിൽ സമാധാനം തകർന്നുപോയി, കുടുംബത്തിൽ ഐക്യം തകർന്നുപോയി, കുടുംബത്തിൽ ഇസ്സത്ത് തകർന്നുപോയി. തറവാടിത്തത്തിന്റെ പേരുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ എല്ലാറ്റിനും പുരോഗമനം, എല്ലാറ്റിനും പുരോഗമനമാണ്. അത് ഭക്ഷണത്തിൽ പുരോഗമനം, വസ്ത്രത്തിൽ പുരോഗമനം, വാഹനത്തിൽ പുരോഗമനം, വീടുകളിൽ പുരോഗമനം. ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ അതുപോലത്തെ ഒരു വീട് പരിസരത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഉണ്ടാക്കുന്നു, പ്ലാന് വരക്കുന്നു. ഭക്ഷണത്തിൽ പുതിയ പുതിയ ഭക്ഷണം ഉണ്ടാക്കുന്നു, വസ്ത്രം പുതിയ പുതിയ വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ സൗഖ്യങ്ങളുമുണ്ട്. പക്ഷേ അനുഭവിച്ച് അറിഞ്ഞ് രുചിച്ച് ജീവിക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല. സ്നേഹമില്ലാത്ത കാലത്ത് ടെൻഷനും രോഗങ്ങളും വർദ്ധിച്ചിരിക്കുന്നു, അല്ലേ? സ്നേഹവും ഐക്യവും നഷ്ടപ്പെടുമ്പോഴാണ് ടെൻഷനും രോഗവും വർദ്ധിക്കുക. ഓരോ സ്ഥലത്തും ഹോസ്പിറ്റലുകൾ പൊട്ടിമുളക്കുന്നു, ക്ലിനിക്കുകൾ പൊട്ടിമുളക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവിടെയൊക്കെ ജനങ്ങൾ തിങ്ങി നിറയുന്നു. രോഗങ്ങളാണ്. എന്ത് പേര് വിളിക്കണമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം അതാ തരികയാണ്. ഓരോ രോഗങ്ങൾ പൊട്ടിവിടരുകയാണ്. അതിനെന്ത് പേരിടണം, ഇതിനെന്ത് പേരിടണമെന്ന് ഡോക്ടർമാർ കൈമലർത്തുകയാണ്. അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങൾ അതാ അല്ലാഹു തആല ഇറക്കിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കണ്ടുകൂടായ്മയാണ്, തൊട്ടുകൂടായ്മയാണ്. ഒരാൾക്ക് ഒരാളെയും കണ്ടുകൂടാ, ഒരാൾക്കും ഒരാളെയും തൊട്ടുകൂടാ. സുബ്ഹാനല്ലാഹ്, തീണ്ടിക്കൂടാ. അതാ ഒന്നിച്ചിരിക്കാൻ, ഒന്നിച്ചൊന്നായി ഒരു സ്ഥലത്ത് ഒന്നിച്ചിരിക്കാൻ, ഒന്ന് ഫേസ് ടു ഫേസ് അവരുടെ മുഖത്തോടെ മുഖം നോക്കിയിരിക്കാൻ, ഒന്നിച്ചിരിക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ എല്ലാവർക്കും മടി വന്ന കാലമാണ്. മക്കള് വാപ്പയോട് ചിരിക്കാത്ത കാലം, വാപ്പമാര് മക്കളോട് ചിരിക്കാത്ത കാലം, ഭാര്യ ഭർത്താവിനോട് ചിരിക്കാത്ത കാലം, ഭർത്താവ് ഭാര്യയോട് ചിരിക്കാത്ത കാലം, ചേട്ടൻ അനുജനോട് ചിരിക്കാത്ത കാലം, അനുജൻ ചേട്ടനോട് ചിരിക്കാത്ത കാലം. സുബ്ഹാനല്ലാഹ്, എന്തിനേറെ പറയുന്നു, അയൽവാസിയോട് ചിരിക്കാത്ത കാലം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചിരിക്കാത്ത കാലമാണ്. ഇനി അഥവാ ചിരിച്ചാലോ ഉള്ളിൽ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള ചിരിയാണ്, ഉള്ളിൽ കാപട്യം വെച്ചുകൊണ്ടുള്ള ചിരിയാണ്. എങ്ങനെയെങ്കിലും അവനെ തകർക്കണമെന്ന്, എങ്ങനെയെങ്കിലും അവനെ തളർത്തണമെന്നുള്ള ചിന്തയോടുകൂടിയുള്ള ചിരിയാണ്. ഇങ്ങനെ മനുഷ്യനെ കണ്ടുകൂടാ, മുസ്ലിമിനെ കണ്ടുകൂടാ, അയൽവാസിയെ കണ്ടുകൂടാ, ചേട്ടനെ അനുജനെ കണ്ടുകൂടാ, അനുജനെ ചേട്ടനെ കണ്ടുകൂടാ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, ഭർത്താവിന് ഭാര്യയെ കണ്ടുകൂടാ, മക്കൾക്ക് വാപ്പയെ കണ്ടുകൂടാ, വാപ്പക്ക് മക്കളെ കണ്ടുകൂടാ. അങ്ങനത്തെ ഒരു കാലമാണല്ലോ.
വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും സുബ്ഹാനല്ലാഹ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. പക നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. എന്തിനേറെ പറയുന്നു, അറിയാതൊരു തെറ്റ് വന്നു പോയാൽ അതേ അവനോട് അവനക്ക് തട്ടുകയോ അല്ലെങ്കിൽ മുട്ടുകയോ ഒന്ന് ചെയ്തു പോയാൽ ആ പക തീർക്കാൻ അവനെ അതാ ആ പക തീർക്കാനുള്ള തന്ത്രമാവിഷ്കരിക്കുകയാണ്. ഇറങ്ങി കവിഞ്ഞ് തേരോട്ടം നടത്തുന്നു. പക, വിദ്വേഷം, വൈരാഗ്യം. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? സമ്പത്തുള്ളവനല്ല, കൂടുതൽ മക്കളുള്ളവനല്ല, നല്ല സൗന്ദര്യമുള്ളവനല്ല, ഒരുപാട് നീണ്ട താടിയുള്ളവനല്ല, നല്ല തലക്കെട്ടുള്ളവനല്ല, നീളക്കൊപ്പായം ധരിച്ചവനല്ല, നല്ല വീട് വെച്ചതിൽ താമസിക്കുന്നവനല്ല, നല്ല വാഹനത്തിന് സഞ്ചരിക്കുന്നവനല്ല. ആരാണ് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ? അതാ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു, നല്ല സ്വഭാവമുള്ളവനാ. നല്ല സ്വഭാവമുണ്ടോ അവൻ നല്ല മനുഷ്യനാണ്. ചീത്ത സ്വഭാവമുണ്ടോ അവൻ അതാ ചീത്ത മനുഷ്യനാണ്. അതാ സുബ്ഹാനല്ലാഹ്, ചില ആളുകളുണ്ട് വാപ്പയും ഉമ്മയും ഒക്കെ ജീവിക്കുമ്പോൾ വാപ്പയെ തിരിഞ്ഞു നോക്കാത്ത മക്കള്, ഉമ്മയെ തിരിഞ്ഞു നോക്കാത്ത മക്കള്, ചേട്ടനെ തിരിഞ്ഞു നോക്കാത്ത അനുജന്മാര്, അനുജന്മാരെ തിരിഞ്ഞു നോക്കാത്ത ചേട്ടന്മാര്. വാപ്പയുടെ അരികത്ത് പോയിട്ട് ആ കൈയൊന്ന് പിടിച്ചിട്ടൊന്ന് സ്പർശിച്ച് സലാം പറയാൻ മടി കാണിക്കുന്ന മക്കളുണ്ടല്ലോ. ജീവിതകാലത്ത് ഉമ്മയുടെ അരികത്ത് പോയിട്ട് ഉമ്മയുടെ ചാരത്തിരുന്നിട്ട് ഒന്ന് സലാം പറയാൻ, ഒന്ന് കൈപിടിച്ച് സലാം പറഞ്ഞ് മൊത്താൽ മടി കാണിക്കുന്ന സമയമില്ലാത്ത, അലസത കാണിക്കുന്ന, അലർജി കാണിക്കുന്ന, അലോസരം കാണിക്കുന്ന മക്കളുണ്ടല്ലോ. അല്ല അല്ല, ജീവിതകാലത്ത് വാപ്പാന് വേണ്ട, അതേ ജീവിതകാലത്ത് ഉമ്മാന് വേണ്ട. അതേ സമയത്ത് വാപ്പയുടെ അരികത്ത് വല്ല തെറ്റോ സംഭവിച്ചത് കൊണ്ട് ഉമ്മയുടെ വാക്കിലോ പ്രവൃത്തിയിലോ വല്ല തെറ്റ് സംഭവിച്ചേക്കാ. അത് കാരണം വാപ്പയെ വെറുക്കുന്ന മക്കള്, ഉമ്മയെ വെറുക്കുന്ന മക്കള്, സുബ്ഹാനല്ലാഹ്, ഒന്ന് തിരിഞ്ഞു നോക്കാത്ത മക്കള്, ആ മക്കള് മരിച്ചതിന് ശേഷം അല്ലാഹ് കരയുന്നു. പാപ്പ മരിച്ചുപോയി കരയുകയാണ്. അതാണ് കള്ളക്കരച്ചിലിന്റെ അടയാളം. ഉമ്മ മരിച്ചുപോയി കരയുകയാണ്, ഉമ്മയുടെ അരികത്തിരുന്ന് കരയുകയാണ്. ജീവിതകാലത്ത് ഉമ്മാന്റെ കൈ പിടിച്ച് കരയാത്ത മക്കള്, വാപ്പാന്റെ കൈ പിടിച്ചൊന്ന് കരയാത്ത മക്കള്, അദ്ദേഹം മരിച്ചതിന് ശേഷം കരയുന്നു. സുബ്ഹാനല്ലാഹ്, വാപ്പാന്റെ മദ്ഹ് പറയുന്നു, ഉമ്മാന്റെ മദ്ഹ് പറയുന്നു. അവർക്ക് വേണ്ടി പലതും ചെയ്യുന്നു. ജീവിതകാലത്ത് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാത്ത മകൻ, ജീവിതകാലത്ത് നല്ല ഭക്ഷണം കൊടുക്കാത്ത മക്കള്, ജീവിതകാലത്ത് നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കാത്ത മക്കള്, ജീവിതകാലത്ത് നല്ലൊരു വാഹനത്തിൽ കൊണ്ടുപോകാത്ത മക്കള്, ജീവിതകാലത്ത് ഭാര്യയും മക്കളും കൂട്ടിയിട്ട് ടൂറ് പോകുമ്പോൾ നല്ല നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ കയറി നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ
ഉമ്മാനെ തനിച്ചാക്കി ഒരു ചെറിയ കുട്ടിയെയും ഹെൽപ്പിനാക്കി, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് അതെ ഒരു ചെറിയ മൊബൈലും കൊടുത്തിട്ട് ടൂറ് പോകുന്ന മക്കളില്ലേ? അതല്ലെങ്കിൽ രുചികരമായ ഭക്ഷണം കഴിക്കാൻ പോകുന്ന മക്കളില്ലേ? പോരുമ്പോൾ സുബ്ഹാനല്ലാഹ് ചെറിയ കുട്ടി ചോദിക്കുകയാണ്, ഉമ്മാക്ക് ഭക്ഷണം വാങ്ങണ്ടേ, ഉമ്മമ്മക്ക് ഭക്ഷണം വാങ്ങണ്ടേ, ഉപ്പപ്പാക്ക് ഭക്ഷണം വാങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോ അതേ പറയുന്നു, ഹോട്ട്സ് കൊടുക്കാം, കഞ്ഞി വെച്ച് കൊടുക്കാമെന്ന് പറയുന്ന കാലം കഴിഞ്ഞു പോയി. ആ വാപ്പ മരിച്ചപ്പോൾ, ഉമ്മ മരിച്ചപ്പോൾ ഉമ്മയുടെ തലക്കും ഭാഗത്തിരുന്ന് വാപ്പായുടെ തലക്കും ഭാഗത്തിരുന്ന് കരയുന്ന മക്കളെ, കരയുന്ന മക്കളെ, ജീവിതകാലത്തെ പൊരുത്തം വാങ്ങാൻ കഴിയാത്ത എനിക്കും നിങ്ങൾക്കും, ജീവിതകാലത്തെ പൊരുത്തം വാങ്ങാൻ കഴിയാത്ത മക്കള്, ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചതെന്താണ്? ഒന്നെന്റെ അരികത്ത് വന്നിട്ട് എന്റെ കൈയൊന്ന് പിടിച്ചിട്ട് ഉമ്മ ഗുളിക കുടിച്ചോ, വാപ്പാ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കെത്ര സന്തോഷമാണ്, എനിക്കെത്ര സായോജ്യമാണ്. എന്നാ മാതാപിതാക്കളെ ചിന്തിച്ചിരുന്നു. പക്ഷേ അതിനവസരം കൊടുക്കാതെ ആ മാതാപിതാക്കളെ തട്ടി കളിച്ചവരില്ലേ? ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഫുട്ബോൾ തട്ടുന്നത് പോലെ അല്ലാ അല്ലാ ഉമ്മാനെ തട്ടിക്കളിച്ചവർ, വാപ്പാനെ തട്ടിക്കളിച്ചവർ ചിന്തിച്ചോ, ആഖിറത്തിൽ രക്ഷയില്ല, ദുനിയാവിലും രക്ഷയില്ല.